പല ഹിൽ സ്റ്റേഷനുകളുടെയും മനോഹാരിത കൂട്ടുന്നത് അവിടുത്തെ ജലാശയങ്ങളാണ്. ഏർക്കാട് തടാകവും അതിനോടൊപ്പം ഒരുക്കിയിരിക്കുന്ന ബോട്ടിങ്ങും ആസ്വദിക്കാതെ ആരും ഏർക്കാട് സന്ദർശനം അവസാനിപ്പിക്കില്ല. കാര്യം രാവിലെ 10 മണി കഴിഞ്ഞപ്പോഴേക്കും തടാകത്തിനടുത്തെത്തിയെങ്കിലും നല്ല തിരക്കായിരുന്നു ലേക്കിന്റെ ചുറ്റുവട്ടങ്ങളിൽ. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ തടാകത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മനോഹരമായ ചിത്രങ്ങൾ എടുത്തു തരാനും ഫ്രെയിം ചെയ്യാനുമൊക്കെയായി സൗകര്യമുള്ള നിരവധി ഫോട്ടോ ബൂത്തുകൾ, ചെറിയ ഭക്ഷണശാലകൾ, ബോട്ട് ജെട്ടികൾ തുടങ്ങിയവ ഉണ്ട്. ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്താൽ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൗണ്ടറിലേക്ക് ചെല്ലണം. ടിക്കറ്റിലെ സീരിയൽ നമ്പറിന്റെ ഓർഡറിലെ നമ്മളെ കടത്തിവിടൂ. അതിനാൽ തന്നെ ഒരു ക്രമമെല്ലാം ഇതിനുണ്ട്. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളൊരു തുഴയുന്ന ബോട്ടിൽ കയറിപ്പറ്റി. ലേക്കിനോട് ചേർന്നുള്ള ഗാർഡന് ചുറ്റുമുള്ള തോട്ടിലൂടെയാണ് ബോട്ട് യാത്ര. ഏതാണ്ട് ഒരു 15 മിനിറ്റ് എടുക്കും ബോട്ടിംഗ്. അതിനിടെ മോട്ടോർ ബോട്ടിലും പെഡൽ ബോട്ടിലുമൊക്കെയായി തടാകം ചുറ്റുന്ന ആളുകളുടെ സാഹസികതയും പൂന്തോട്ടത്തിലെ കാഴ്ചകളുമൊക്കെയായി സമയം പോകുന്നത് അറിയില്ല. ഊട്ടിയിലെ ലേക്കിന് സമാനമായുള്ള ആക്ടിവിറ്റികളൊന്നും ഇവിടെ ലേക്കിനോട് ചേർന്ന് ഇല്ലാതിരുന്നതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. ടൗണിന്റെ നടുക്ക് തന്നെയുള്ള പോപ്പി ഹിൽസ് അഡ്വഞ്ചർ പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ നിരവധി ആകർഷണങ്ങളുള്ള ഒരു പാർക്കാണ്. നിരവധി സാഹസിക വിനോദങ്ങൾ ഉൾപ്പെടുന്ന പാക്കേജുകൾ പാർക്കിൽ ലഭ്യമാണ്. ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ സാധിക്കുന്ന പാക്കേജ് തിരഞ്ഞെടുത്തു. ചെറിയ ഊഞ്ഞാല് മുതൽ ബഞ്ചി ഇജക്ഷൻ, പാറയിൽ അള്ളിപ്പിടിച്ചു കയറുന്ന റോക്ക് ക്ലൈംബിംഗ്, സിപ്പ് ലൈൻ തുടങ്ങിയവയെല്ലാം ഇവിടെ ഭംഗിയായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പൂരപ്പറമ്പുകളിലും എക്സിബിഷൻ സെന്ററുകളിലും കാണുന്ന തരം വിനോദങ്ങളും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ട വ്യത്യസ്ത വിനോദങ്ങളും ഇവിടെയുണ്ട്. എമ്മയും എസ്തറും എല്ലാ റൈഡുകളിലും ആവേശത്തോടെ കയറി. ആദ്യമായി സിപ്പ് ലൈനിലൂടെ യാത്ര ചെയ്തപ്പോൾ എസ്തർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ബഞ്ചി ജക്ഷനും കുട്ടികൾ നന്നായി എൻജോയ് ചെയ്തു. അവസാനം വലിയൊരു ബലൂണിൽ കയറി വെള്ളത്തിലൂടെയുള്ള കുത്തിമറിച്ചിലും കൂടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഏതായാലും വിശപ്പാറ്റാനും ദാഹമകറ്റാനുമുള്ളത് അവിടെ തന്നെ ലഭ്യമായതുകൊണ്ട് ഒന്നിനും പുറത്തു പോകേണ്ടി വന്നില്ല. 2 മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷമാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി നീങ്ങിയത്. വൈകുന്നേരത്തോടെയാണ് ഞങ്ങൾ എയ്റോ പാർക്കിലേക്ക് പോയത്. യഥാർത്ഥത്തിലുള്ള ഒരു വിമാനം തന്നെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വിമാനത്തിൽ കയറാത്തവർക്കും അടുത്തുനിന്ന് കാണാത്തവർക്കും കോക്പിറ്റിൽ വരെ പോയി വിമാനങ്ങളെ അടുത്തറിയാനുള്ള അവസരം ഈ എയ്റോ പാർക്ക് ഒരുക്കുന്നുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായും വിനോദപരമായും അനുഭവങ്ങൾ നൽകുന്ന ഈ പാർക്ക് ഫോട്ടോകൾക്ക് അനുയോജ്യമാണ്. DJ അടങ്ങുന്ന ചെറിയൊരു മുറിയും മ്യൂസിക്കുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വന്നു ചേർന്ന പലരും നാണിച്ചിരുന്നത് കൊണ്ട് ഡാൻസ് ഫ്ലോർ ഒട്ടും സജീവമായിരുന്നില്ല. എങ്കിലും ഞാനും ഭാര്യയും കുട്ടികളും കുറച്ചു നേരം ചൂടുവെച്ചതിന് ശേഷം അവിടെ നിന്ന് പോന്നു. രാത്രി പിന്നെ അധികം കറങ്ങാനൊന്നും പോയില്ല. 3-ാം ദിവസം രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം ജെൻസീറ്റ്, ബോട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെലവഴിച്ചു. ജെൻസീറ്റ് എന്നത് സേലം നഗരത്തിന്റെ അടക്കം മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരുന്ന ഗംഭീരമായ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ സൂര്യാസ്തമയത്തിന്റെ കാഴ്ച അത്യന്തം മനോഹരമാണ്. പോരുന്ന വഴിയിൽ ലേഡി സീറ്റ് എന്ന വ്യൂ പോയിന്റ് കണ്ടെങ്കിലും വലിയ ആകർഷകത്വം അതിനില്ലായിരുന്നു. മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന ജെൻസീറ്റിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ് അഭികാമ്യം. ബോട്ടാണിക്കൽ ഗാർഡൻ എന്നത് വിവിധതരം സസ്യങ്ങൾ, മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുള്ള ഒരു പൂന്തോട്ടമാണ്. ഫോട്ടോഗ്രാഫി, ബേർഡ് വാച്ചിങ് എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലം. കുറച്ചുകൂടി ഭംഗിയായി ചെടികൾ വിന്യസിക്കുകയും ഇരിപ്പിട സൗകര്യങ്ങളും ശൗചാലയങ്ങളും അടക്കം ഒരുക്കുകയും ചെയ്താൽ ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡനെ വെല്ലാൻ പോരുന്ന സൗന്ദര്യവും സ്ഥലവും ഏർക്കാട് ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം നല്ല കോടയായിരുന്നതുകൊണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കോട മൂടിയ കാഴ്ചകളെയും വെല്ലുന്ന അതീവ ഭംഗിയുള്ള ദൃശ്യങ്ങളായിരുന്നു ചുറ്റിനും. പ്രകൃതി ഒരുക്കിയ മഞ്ഞണിയിച്ച കാഴ്ചകൾ തട്ടത്തിന്മറയത്തെ സുന്ദരിയെപ്പോലെ ഉണ്ടായിരുന്നു. മരം ചുറ്റിയിറങ്ങുന്ന മഞ്ഞിൻ ചുരുളുകളും മേഘങ്ങളെപ്പോലെ തെന്നി നീങ്ങുന്ന കോടമഞ്ഞിൻ പാളികളും ഒരു അഭൗമ ലോകത്തെത്തിയ പ്രതീതിയാണ് ജനിപ്പിച്ചത്. റോസ് ഗാർഡനിലെ വിവിധ നിറത്തിലുള്ള റോസുകൾ, ബോൺസായി ചെടികൾ, ബട്ടർഫ്ലൈ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ തുടങ്ങിയവയെല്ലാം പ്രകൃതിയുടെ അനുഗ്രഹങ്ങളെ മനുഷ്യൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ മനോഹര ദൃഷ്ടാന്തങ്ങളായിരുന്നു. പച്ചപ്പ് വിരിച്ച പുൽമേടുകളിൽ കൂട്ടം കൂടിയിരുന്ന് സൊറ പറയുന്നവരും വിശേഷങ്ങൾ പറയുന്നവരും രാവിലെ ഉച്ചയാകുന്നതും വൈകുന്നേരമാകുന്നതും അറിയുന്നില്ലെന്ന് തോന്നുന്നു. ആകാശത്തേക്ക് നോക്കിയാൽ ഉയരമളക്കാനാവാത്ത വൃക്ഷങ്ങളും
താഴേക്ക് നോക്കിയാൽ അറ്റമില്ലാതെ പരന്നു കിടക്കുന്ന പുൽമേടുകളും ഹൃദയത്തെ പോലും തണുപ്പിക്കുന്ന കാലാവസ്ഥയും. തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് വരുന്നവർക്ക് സഞ്ജീവിനി നുകർന്ന സുഖത്തോടെ ഏർക്കാടിനോട് വിട പറയാം. ഉച്ചയോടെ ഞങ്ങൾ ചുരമിറങ്ങി തുടങ്ങി. റോഡിൽ പലയിടത്തും കോടമഞ്ഞിന്റെ ആവരണമുണ്ടായിരുന്നതിനാൽ ഞങ്ങളുടെ ഇറക്കം കുറച്ച് പതുക്കെയായിരുന്നു. പ്രകൃതിയുടെ സൗന്ദര്യവും സൗരഭ്യവും നുകർന്ന് 3 ദിവസങ്ങൾക്ക് ശേഷം ഏർക്കാടിനോട് യാത്ര പറഞ്ഞ് 20 ചുരങ്ങളും ഇറങ്ങി ഞങ്ങൾ സേലത്തേക്കെത്തി. കാർ ചാർജിനിട്ട് ഭക്ഷണവും കഴിച്ച് സേലത്ത് നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് 5 മണിക്കൂറെടുത്ത് നാട്ടിലേക്കെത്തി. ഇനി എത്തിപ്പെടാനുള്ള വഴികൾ. ഏറ്റവും അടുത്ത പ്രധാന ടൗണായ സേലത്ത് നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ മാത്രം അകലെയാണ് ഏർക്കാട്. പ്ലെയിനിലോ ട്രെയിനിലോ റോഡ് മുഖേനയോ സേലത്ത് എത്തിച്ചേരുന്നവർക്ക് പതുക്കെ ചുരം കയറി ഏർക്കാടെത്താം. EV കാറുകൾ കൊണ്ട് പോകാനും ഭയക്കേണ്ടതില്ല. സേലത്തും ഏർക്കാടുമെല്ലാം ആവശ്യം പോലെ ചാർജിംഗ് പോയിന്റുകളുണ്ട്. താമസ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. ഏത് തരത്തിലും ബജറ്റിനും പറ്റുന്ന നിരവധി ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഇവിടെയുണ്ട്. ലേക്കിനോട് ചേർന്ന് തന്നെ റൂം എടുക്കുകയാണെങ്കിൽ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും നടന്നെത്താൻ പറ്റും. പലയിടങ്ങളിലും പാർക്കിംഗ് ബുദ്ധിമുട്ടായതുകൊണ്ട് നടക്കുന്നതിൻ്റെ സൗകര്യം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. സീസൺ ആകുന്നതോടെ റൂം നിരക്കെല്ലാം വല്ലാതെ കൂടുമെന്നതുകൊണ്ട് 4-5 മാസം മുൻപേ ബുക്കിംഗ് എല്ലാം തീർത്തു വെച്ചാൽ പോക്കറ്റിന് കുറച്ച് ആശ്വാസം കിട്ടും. നമ്മുടെ KTDC പോലെ തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ ഇവിടെയുണ്ട്. ന്യായമായ തുകയ്ക്ക് മാന്യമായ സൗകര്യം ഇവിടെ ലഭിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലാത്തരം ഭക്ഷണവും കിട്ടുന്ന അനവധി കേന്ദ്രങ്ങൾ ചുറ്റിലുമുണ്ട്. പിന്നെ കാപ്പി കുടിക്കുന്ന കാര്യം മറക്കണ്ട. എത്ര ചെറിയ കടയിൽ നിന്ന് കുടിച്ചാലും അതീവ രുചികരമായ കാപ്പിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.